രണ്ടെണ്ണം എടുക്കാമെന്ന് അല്ലേ? ഡോക്ടറുടെ ഇതാണ് ഇതുണ്ട്. ഹരിയാന ഇവരൊക്കെയാണ് നമ്മുടെ അല്ലേ? സുഖമായിട്ടിരിക്കുന്ന ചേട്ടാ. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളിപ്പോ ചേട്ടൻ കാണാലോ, കസ്റ്റമേഴ്സ് ഇത്ര ആൾക്കാരും കാര്യങ്ങളൊക്കെ. പുതിയ ലോഡ് വന്നിരിക്കുകയല്ലേ? പുതിയ ലോഡ് നമ്മൾ ഹരിയാനയിൽ നിന്ന് പോയി കൊണ്ടുവന്നേക്കുന്ന ലോഡാണ്. അപ്പൊ നമ്മുടെ കച്ചവടത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. കച്ചവടത്തെ കുറിച്ച് നമുക്കിപ്പോൾ ആഴ്ചയിൽ ഒരു ലോഡ് വെച്ച് ഒരാഴ്ച പോകുന്നുണ്ട്. മാസത്തിലാകുമ്പോൾ ഒരു 4 ലോഡോളം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്തും എല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്താ പേര്? സഞ്ജു. ഇവിടെ പോത്തിനെടുക്കാൻ വന്നാണോ? എത്ര പോത്തിനെടുക്കാനാ? 2 നേരത്തെ മുതലൊക്കെ താല്പര്യമുള്ളതാണോ അതോ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന? ഇവിടുന്ന് എടുത്ത് നമുക്ക് കച്ചവടം ചെയ്യാനാ അല്ലേ? കൊടുക്കുന്നുണ്ട്. എവിടെയാ വീട്? ആലപ്പുഴ. മണ്ണഞ്ചേരി. ഇപ്പൊ ഇത് പിന്നെ കുറെ നാളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ അതോ എടുക്കുന്ന അല്ലേ? ഇവിടുന്ന് ഓക്കെ. 2 എടുക്കാമെന്ന് അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ എടുത്തിട്ട് അഭിപ്രായം എങ്ങനെയുണ്ട് വരുന്നത്? ഓക്കെ. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത് 135 രൂപ കിലോയ്ക്ക്. അന്നും ഇന്നും മാറ്റമില്ല അല്ലേ? നമ്മൾ അന്ന് വന്നപ്പോൾ ഏകദേശം 140 ഒരു മാസം മുമ്പ് ഞാൻ വിറ്റ. ഓക്കെ. അതെനിക്ക് വഴിയിലെ എക്സ്പെൻസും കാര്യങ്ങളും കണ്ടവാനായി പൈസയായി. അതിനൊന്നത്തേക്ക് നമുക്ക് വില കുറച്ചു കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞ ചെലവിൽ ലോഡ് ഇപ്പോൾ നാട്ടിലെത്തുന്നുണ്ട്. അത് കാരണം നമുക്കിപ്പോൾ അതനുസരിച്ച് നമ്മൾ 10 രൂപ നമ്മൾ കിലോയെ കുറച്ചു കൊടുക്കുന്നു. ഓക്കെ. നമസ്കാരം. അപ്പം നമ്മളിന്ന് ചേർപ്പുങ്കൽ മുറഫാം, നമ്മുടെ പാല കോട്ടയം ചേർപ്പുങ്കൽ മുറഫാമിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ മുറഫാമിലെ കാര്യങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുകയാണ്. രാവിലെ മൊത്തം മഴയായിരുന്നു. ഏറ്റവും പുതിയ ലോഡ് അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊരു വെളുപ്പിന് 6 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പോത്തിൻ്റെ വണ്ടി ലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇനിയിപ്പം കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നൊരു കാഴ്ചയാണ്. അത് വേറൊന്നുമല്ല, അവിടെ ഒരു മക്കൊക്കെ അടിച്ചിട്ടുണ്ട്. അവത്തിലോട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വെച്ചും ബാക്കിൽ നിന്ന് അതിലോട്ട് പോത്തിനെ ചാടിച്ചാണ് നേരെ ഫാമിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ രാവിലെ 6 മണിയായപ്പോൾ പുറപ്പെട്ടാണ്. നല്ല കട്ട മഴയും. എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. മഴയ്ക്കൊരു ചെറിയ ശമനമുണ്ട്. എന്തായാലും നമ്മൾ വീഡിയോ ബാക്കിയുള്ള ഒരു വെളിച്ചത്തിൽ എടുക്കുകയാണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവരൊക്കെ ഈ ലോഡിൽ വന്നിരിക്കുന്ന കുട്ടികളെ വാങ്ങാൻ വന്നിരിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും നല്ല മഴ തുടരുന്നൊരു സാഹചര്യം കൂടി ആയതുകൊണ്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ ഉള്ളൂ ഒത്തിരി ആൾക്കാർ എത്തി തുടങ്ങത്തുള്ളൂ. ലോങ്ങിൽ നിന്നൊക്കെ ഇപ്പം ജിബിനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം വിളിക്കുന്ന സാഹചര്യത്തിൽ എടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഇവിടെ കാര്യങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഡോറ് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കിലെ കുട്ടികളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പല ഗവൺമെൻറ് ഫാമുകൾ, അതേപോലെ ചെറിയ ഫാമുകൾ പേഴ്സണലായിട്ടൊക്കെ വളർത്താൻ വാങ്ങുന്നവരൊക്കെ ഒരുപാട് ആളുകൾ ഇനിയും എത്താനുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ വന്നിരിക്കുന്ന ലോഡിൻ്റെ അകത്തുനിന്ന് ഉള്ള കുട്ടികളെ ഇറക്കിക്കൊണ്ട് പോകുന്നൊരു കാഴ്ച കാണാം. ചേർപ്പുങ്കൽ മുറഫാമിൽ നിന്നും പോത്തിനെ വാങ്ങുന്നവർക്ക് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൊത്തത്തിലൊരു ഫാമിൽ നിന്നും നമ്മൾ പോത്തിനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വരുന്ന ലോഡ് ഫ്രഷായിട്ട് കണ്ട് വാങ്ങാം. അത് ലൈവായിട്ട് തന്നെ നമുക്ക് കണ്ട് വാങ്ങാം. അപ്പോൾ ലോഡ് ഇറക്കുമ്പോൾ കുട്ടികളായിക്കോട്ടെ വലിയ പോത്തായിക്കോട്ടെ, നമുക്ക് അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, എന്തെങ്കിലും മുടന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് കണ്ട് വാങ്ങാൻ പറ്റും. ഇതിനെ നടത്തിക്കൊണ്ടാണ് നേരെ ഫാമിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നമുക്കൊരു ബെനിഫിറ്റാണ്. ലൈവായിട്ട് കണ്ട് ഫ്രഷ് സാധനം നമുക്ക് വാങ്ങാൻ പറ്റും. ഈ ലോഡിൻ്റെ അകത്തൊരു വെളുത്ത പോത്തിനെ കണ്ടില്ല, അതൊരു നീലി രവി മുറവ് ഭാഗത്തിൽപ്പെടുന്നൊരു പോത്തിൻ്റെ കുട്ടിയാണ്. അങ്ങനെയുള്ള ഒരു 2-3 എണ്ണത്തിൻ്റെ നിറമാറ്റം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. വന്നതിൽ ലോഡിൽ അങ്ങനത്തെ ഒരു പോത്തുമൊക്കെ വന്നിട്ടുണ്ട്.
ഈ ഒന്നൊരു 3-4 എരുമക്കുട്ടികളും ബാക്കിയെല്ലാം പോത്തും കുട്ടികളുമാണ് വരുന്നത്. അപ്പോൾ ലോഡ് മൊത്തത്തിൽ എത്ര എണ്ണമാണ് വന്നിരിക്കുന്നതെന്ന് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അവസാനം നമ്മൾ പറയുന്നുണ്ട് എത്ര എണ്ണം വന്ന്, പിന്നെ അതിൻ്റെ പേപ്പർ വാങ്ങും, കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ്, വാക്സിനേഷൻ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. അപ്പോൾ ലോഡ് മുഴുവൻ ഇറങ്ങി തീർന്നിട്ടില്ല, ഇനിയും കുറേ കുട്ടികൾ ഇറങ്ങാനുണ്ട്. ഇപ്പോൾ 2-3 പേരൊക്കെ നിന്ന് ഒച്ചയും ബഹളമൊക്കെ വെച്ച് ഒന്ന് 2 അടിയൊക്കെ കൊടുത്താണ് ഇവൻ ചാടിങ്ങ് വരുന്നത്. എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അങ്ങ് നിൽക്കും. ഒരു ഒച്ചയൊക്കെ വെച്ച് ഇങ്ങനെ ഫാമിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഫാമിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലോങ്ങിൽ നിന്നുള്ള ആളുകൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു പോത്തിനെല്ലാം നടത്തിയ ഫാമിലേക്ക് എത്തുമ്പോൾ അവിടെ അരങ്ങാകും. ഇപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നടന്ന ഫാമിലോട്ട് പോകാം. അപ്പോൾ ആൾക്കാരെല്ലാം ഇനി അവർക്ക് വേണ്ട പോത്തുംകുട്ടികളെ വാങ്ങാനായിട്ടും സെലക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഫാമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റ് ഫാമുകളെ അപേക്ഷിച്ച് എന്താണെന്ന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഏരിയ ഉണ്ട്, ഒരുപാട് സ്പേസാണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്ന ഫാമിൽ ഒരു ഷെഡ് അല്ലെങ്കിൽ അതിന് വേണ്ട നിൽക്കാനുള്ള സ്പേസ് കഴിഞ്ഞാൽ കുറച്ച് ഭാഗങ്ങളെ കാണത്തുള്ളൂ. ഇവിടെ ഒരു ലാർജ് ഏരിയ തന്നെയുണ്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടുന്ന് വിട്ട പോത്തുകളൊക്കെ ഇതേപോലെ കുറേ സ്പേസിലൊക്കെ വന്ന് നിൽപ്പുണ്ട്. കുറേ പച്ചിലകളും പുല്ലും തീറ്റ ധാരാളം ഉണ്ട്. കുറേ എണ്ണം ഇവിടെ ഒരു വലിയ കുഴിക്കകത്തൊക്കെ കിടപ്പുണ്ട്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ വന്ന് നിൽക്കും. ഇതിനെയൊക്കെ വീണ്ടും അടിച്ചോടിച്ച് നേരെ ഫാമിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അവിടുന്ന് നമുക്ക് വേണ്ടവർക്ക് ചോയ്സ് സെലക്ട് ചെയ്ത് പല കിലോയിലുള്ള ഐറ്റംസ് എടുത്തുകൊണ്ട് പോകാം. 60, 70, 80, 90, 120 കിലോ വരെയൊക്കെയുള്ള പോത്തുംകുട്ടികൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലം കിടക്കുന്നതുകൊണ്ട് ഇതേപോലെ ബൈബാക്ക് ഗ്യാരണ്ടി വരുന്ന പോത്തുകൾ, അതായത് കൊണ്ടുപോയിട്ട് നിവൃത്തിയില്ലാതെ തിരിച്ചു തരുന്ന പോത്തുകളുണ്ട്. അതിനെ ഇവിടെ തീറ്റയും വെള്ളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അതും വളർന്നു വരുന്നുണ്ട്. അപ്പം വരുന്ന കസ്റ്റമേഴ്സിന് പല ചോയ്സാണ്. അവർ ഓരോ സ്ഥലത്തും നോക്കിയിട്ടാണ് പോകുന്നത്, നമുക്ക് പറ്റിയ പോത്തുകൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. അതായത് പലതരത്തിൽ തൂക്കമുള്ളതുണ്ട്, ക്വാളിറ്റിയും കൂടുതലും എല്ലാം വരുന്നതുണ്ട്. അപ്പോൾ അവർ നോക്കിയാണ് നേരെ ഫാമിലിക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണിത്. അപ്പോൾ അവിടെ ഇവിടെ എല്ലാം പോത്തുകൾ നിൽപ്പുണ്ട്. വരുന്ന വഴിക്കെല്ലാം പോത്തുകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതേ നേരെ കാണുന്നതാണ് ആ ഫാം ഇവരുടെ. അപ്പോൾ ഈ വരുന്ന പോത്തുകളുടെ എണ്ണവും എല്ലാം നോക്കി, അതേപോലെ തന്നെ തൂക്കം നോക്കും. തൂക്കം നോക്കിയിട്ട് അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ട് അങ്ങോട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഫാം. ഇവിടുന്ന് ആൾക്കാർക്ക് വന്ന് ചോയ്സ് സെലക്ട് ചെയ്തുകൊണ്ട് പോകാം. പിന്നെ വീണ്ടും ഇറക്കി തൂക്കം നോക്കിയിട്ട് അവർ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഫാമിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. ഇവരൊക്കെ നേരത്തെ വന്ന് നിൽക്കുന്നതാണ്. ഇത് ഫാമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് അടച്ചില്ല, ഇതെല്ലാം വീണ്ടും ഇറങ്ങിപ്പോവും. കാരണം ആ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഇനി വെളിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ വരാനുണ്ട്, അവരെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സെയിൽ നടക്കുന്നുണ്ട്. വണ്ടി വരാനായിട്ട് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതുമല്ല ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, കസ്റ്റമേഴ്സ് എല്ലാം അവർക്ക് വേണ്ട പോത്തിനെ എടുത്തിട്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3, 4 അല്ലെങ്കിൽ 2, 3 അങ്ങനെ ഒന്നിച്ച് വേണ്ടവർക്ക് ഒരു സൈഡിലോട്ടൊക്കെ മാറ്റി കെട്ടിയിട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടതെല്ലാം നേരത്തെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തൂക്കം നോക്കി അവിടെ ഒരു കണക്ക് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പൈസയും കൊടുത്ത് ചിലർ വണ്ടിയായിട്ട് തന്നെ വരും. ഇല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ വണ്ടി അവരുടെ കെയർ ഓഫിൽ അറേഞ്ച് ചെയ്ത് തന്നിട്ട് നമുക്ക് ലോങ്ങോ അല്ലെങ്കിൽ അടുത്തോ ഒക്കെ ആയിട്ട് ഇറക്കി തരുന്നതായിരിക്കും. നമ്മളെ ആയിട്ട് പോവുകയല്ലേ.
അപ്പോൾ ഈ കാണുന്ന പോത്തിൻകുട്ടികളെല്ലാം വരുന്നത് ഹരിയാനയിൽ നിന്നാണ്. ഹരിയാനയിൽ നിന്ന് നേരിട്ട് പോയിട്ട് ഇവിടുത്തെ ഓണർ ജിബിൻ വണ്ടിയെ തന്നെ ഇരുന്ന് അവിടെ പോയി സെലക്ട് ചെയ്ത് സാധനം കയറ്റി ഇവരുടെ 2-3 ആൾക്കാരൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വണ്ടി ഓടിക്കുന്നവരും എല്ലാം. അത് നമുക്ക് വീഡിയോയിൽ പരിചയപ്പെടാം. അവരുമൊക്കെ ആയിട്ട് കറക്റ്റ് ക്വാളിറ്റി ഉള്ള കറ തീർന്ന കുട്ടികളെ ആയിട്ടാണ് ഇവിടെ എത്തുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1.5 മാസം മുമ്പ് വരെ 145 രൂപ കിലോയ്ക്ക് വിറ്റുകൊണ്ടിരുന്നത് ഇപ്പോൾ 10 രൂപ കുറച്ച് 135 ആക്കിയാണ് വിൽക്കുന്നത്. അപ്പോൾ അതും ആൾക്കാർക്കൊരു ബെനിഫിറ്റാണ്. നല്ല കുട്ടികളെ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫാമിലേക്ക് വരുന്ന കുട്ടികളെ തൂക്കി കയറ്റുന്നതാണ്. അത് മാർക്ക് ചെയ്താണ് വിടുന്നത്. പിന്നെ നമുക്ക് വേണ്ട ആവശ്യക്കാർക്ക് കൊണ്ടുപോകാം. അത് വീണ്ടും തൂക്കി അവരുടെ റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് കൊടുക്കുന്നത്. പലതരത്തിൽ പോത്തുകൾ ഇവിടുന്ന് കയറി പോകുന്നുണ്ട്. ചെറിയ ഫാം സംരംഭം പോലെയും അതേപോലെ തന്നെ വേണ്ട ഹ്യൂജ് എമൗണ്ടും ഒരു ഇച്ചിരി ബൾക്കിയൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നവരാണ്. അതേപോലെ ഓരോ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു വണ്ടിയെ തന്നെ 2, 3, 4 ഒക്കെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അങ്ങനെ പലതരത്തിലൊക്കെ ഇവിടുന്ന് ഒരുപാട് പോത്തുകൾ കയറി പോകുന്നുണ്ട്. ഏറ്റവും കൂടുതലും സെയിലാകുന്നതും ഇവിടുന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ പോത്തുകൾ പോകുന്നത് പല പ്രസ്ഥാനങ്ങൾക്കും എനിക്ക് തോന്നുന്നു നല്ലൊരു രീതിയിൽ തന്നെ പോത്തുകൾ ഇവിടുന്ന് കയറി പോകുന്നുണ്ട്. അവരുടെ പല കാര്യങ്ങൾക്കായിട്ടൊക്കെ ഗവൺമെൻറ് അടിസ്ഥാനത്തിലും എല്ലാം ഇവിടെ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. അത് ഒരു 3-4 പ്രാവശ്യം നമ്മൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴും എനിക്ക് തോന്നുന്ന പല ആൾക്കാരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിനനുസരിച്ചൊക്കെ കൂടുതലും കയറി പോകുന്നത് ഇവിടുന്ന് തന്നെയാണെന്ന് വേണം പറയാം. സെയിൽ കിടന്ന ലോഡുകളെല്ലാം കയറി പോവുകയാണ്. അതാണ് ഈ കാണുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് ബാക്കി കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. അതാണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം. പിന്നെ നമുക്ക് പോത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പോത്തിനെ കുറിച്ച് എല്ലാം നമ്മൾ ഹരിയാനയിൽ നിന്ന് എടുത്ത പ്യുവർ ഹരിയാന മുറ കുട്ടികളാണ്. മുറ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടിയോട് കൂടി പറയാം. ഓക്കെ. അപ്പോൾ ഈ പുതിയ ലോഡിൽ എത്ര എണ്ണം വന്നിട്ടുണ്ട്? ഈ പുതിയ ലോഡിനകത്ത് നമുക്ക് 55 പോത്ത് കുട്ടികളാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അതെല്ലാം സെയിലുമായി അല്ലേ? എല്ലാം സെയിലായി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പകുതി എണ്ണത്തോളം കിടപ്പുണ്ട്. അത് ഇന്നും നാളെ കേട്ട് കയറിപ്പോകും. ഓക്കെ ഓക്കെ. അപ്പം നമുക്കെന്താ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ? പുതിയ ഓഫർ എന്ന് പറഞ്ഞാൽ ഇത്രയും വില കുറച്ച് കിട്ടുമ്പോൾ നല്ല വില കുറച്ച് കിട്ടുമ്പോൾ ആവശ്യക്കാർ മേടിക്കുക. അതെ, അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. പുതിയതായിട്ട് പറയാനുള്ളത് അല്ലേ? വേറെ ബൈബാക്ക് ഓഫറോ കാര്യങ്ങളോ എല്ലാം വരുന്നുണ്ടോ? ബൈബാക്ക് ആയിട്ട് നമുക്ക് അതിനകത്ത് ഒരു കുട്ടിയൊക്കെ ഉണ്ട്. അവിടെ മൂക്ക് കുത്തിയിരിക്കുന്ന ഒരു കുട്ടി. നമ്മൾ തിരിച്ചു മേടിച്ചല്ലേ? മേടിച്ചു. അവർക്ക് വളർത്താനുള്ള ചാടി മേടിച്ചോണ്ട് വളർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്. ഞങ്ങൾ തിരിച്ചു മേടിച്ചാൽ തിരിച്ചു മേടിച്ചല്ലേ? ഓക്കെ. പിന്നെ എന്താ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് പറയാനായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ റോഡിനകത്ത് നീലിരവിയുടെ പോത്തുണ്ട്. ആ കാണുന്നത് വൈറ്റ് ആണോ? ഓക്കെ. നമുക്ക് നമ്മളതിനെ നേരിട്ട് എടുക്കുന്ന കുട്ടികളാണ്. ഓക്കെ. അപ്പൊ എന്തായാലും സെയിൽ നടക്കട്ടെ. നമുക്ക് പിന്നെ നമുക്ക് വേറെ ഇത് കാണിക്കാനുള്ളത് ഹരിയാനയെന്നുള്ളതിനുള്ള തെളിവ് വേറെ ആരും കാണിക്കുമല്ല. സർട്ടിഫിക്കറ്റ് ആണോ അതോ? നമുക്കിത് ഹരിയാന എന്നുള്ളതിനുള്ള തെളിവാണ്. ഇതിൻ്റെ ഈ വണ്ടിയുടെ നമ്പർ 1. അതുപോലെ തന്നെ ഇതിനെല്ലാം ഹെൽത്ത് ഉണ്ട്, കാര്യങ്ങളുണ്ട്. എന്നിട്ട് അവിടുത്തെ ഡോക്ടർ, അതായത് ഡോക്ടർ സൈൻ ചെയ്തേക്കുന്ന പേപ്പറാണിത്. അൻകിത് ഡോക്ടറുടെ ഇതാണ്. ഇതുണ്ട് വാക്സിനേഷൻ എല്ലാം ചെയ്തേക്കുന്നതെന്നുള്ളതിന് മറ്റേ പേര് മാത്രമുള്ള. ഇതിനകത്തുള്ള 55 ബൂത്തിനുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്. ഡോക്ടർ വന്ന് കണ്ട് ലോഡ് കയറ്റി വിടുന്നത് അല്ലേ? Bagpat to Kerala. There is a certified rules 46 to 56 in chapter Transport of Animal Rules 1978. നമ്മൾ റൂൾസ് അനുസരിച്ച് മാത്രം കൊണ്ടുവരുന്ന കാരണം ഇതുണ്ട്. നമുക്കിത് വണ്ടിയെ കൊണ്ടുവരുന്ന വണ്ടി നമ്പരും എല്ലാം ഉണ്ട്. എല്ലാം ഹെൽത്ത് ആയിട്ടുള്ളതിനുള്ള തെളിവാണിത് പേപ്പർ. വേറെ ആരും ഇതിങ്ങനെ കാണിക്കുമല്ല. ബാക്കി എല്ലാവരും കാണിക്കുന്നത് മറ്റേ 10 രൂപയുടെ പേപ്പറാണ്. 10 രൂപയുടെ പേപ്പർ മാത്രം പോരാ. ഇത് ആരോഗ്യമുള്ള പോത്താന്ന് ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് മാത്രം കൊടുക്കുന്നുണ്ട്. കണ്ടീഷൻ ആയിട്ടുള്ള പോത്തുകൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഹലോ, നമുക്ക് ലോഡിന് ഇവിടെ പരിക്കില്ലാതെ ഇവിടം വരെ എത്തിക്കുന്ന ആളുകളാണ്. എന്താ ഇവരുടെയൊക്കെ പേര്? ആസിഫ് ഭായ്, ദാനിഷ്,
സായിദ് ഭായ്. സായിദ് ഭായ്. ഇത് നമ്മുടെ രാത്രിയും പകലും വണ്ടി ഓടിക്കുന്ന ആളുകളാണ്. ഇതാണ് ഈശു ചാച്ച. അത് ഇർഫാൻ. ഓക്കെ. आपका जगह कौन सी है भाई? कौन सी जगह से आ रहा है? ഹരിയാന. ഓക്കെ. ഇവരൊക്കെയാണ് നമ്മുടെ അല്ലേ ഇതിന്റെ अभी रास्ता की खर्चा सही आ रहा है, दिक्कत नहीं. रास्ता में प्रॉब्लम है, खर्चा सही आ रहा है. और तो हम 10 रुपये कम किया बच्चा के ऊपर में. ഓക്കെ. പോത്തിൻ്റെ സെയിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തിരക്കിൻ്റെ ഇടയ്ക്കെടുത്ത് നമ്മൾ വെളുപ്പിന് വന്നാണ്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു കാണും. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്താവുന്ന പ്രതീക്ഷയോടെ ഷാഹ് സൈൻ ഓഫ്.